ഹായ് മിസ്റ്റർ മലയാള ടെക്ടോക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റുഡിയോ മോണിറ്ററാണ് പരിചയപ്പെടുത്തുന്നത്. ഈ 3.5 BT എന്ന് പറഞ്ഞ ഹൈഡൻ്റെ ഒരു മോഡലാണിത്. ഇത് ആക്ച്വലി ഒരു ബഡ്ജറ്റ് സ്റ്റുഡിയോ മോണിറ്ററാണ്. കാരണം ഇതിന് 7000 രൂപയ്ക്ക് താഴെ പ്രൈസ് വരുന്നുള്ളൂ. ഇത് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഇൻസൈഡ് ദ ബോക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസർ മാനുവൽ കാണാം. അതുപോലെ തന്നെ ഒരു പവർ കോഡും കൊടുത്തിട്ടുണ്ട്. പിന്നെ ആക്റ്റീവ് സ്പീക്കറിൽ നിന്ന് റൈറ്റ് സൈഡിലുള്ള പാസീവ് സ്പീക്കറിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു കേബിളും, അതുപോലെ തന്നെ സ്പീക്കറിൻ്റെ അടിയിൽ ഒട്ടിക്കാനുള്ള 8 ഗ്രിപ്പുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 3.5 ഇഞ്ചിൻ്റെ 25 വാട്ട് വരുന്ന 2 ഊഫറുകളും അതുപോലെ തന്നെ 1 ഇഞ്ചിൻ്റെ സിൽക്ക് ഡോം ട്യൂട്ടേഴ്സുമാണ് ഇതിൽ വരുന്നത്. മൊത്തത്തിലുള്ള പവർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 50 വാട്ടാണ്. ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത് 80 Hz to 20 kHz ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് 4 ഇൻപുട്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഓക്സ് ഇൻപുട്ടാണ്, അത് സ്പീക്കറിൻ്റെ ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിൽ നമുക്ക് RCA ഇൻപുട്ട്, അത് അൺബാലൻസ്ഡ് ആണ്. എന്നാൽ ബാലൻസ്ഡ് ഇൻപുട്ടായിട്ടുള്ള TRS ഇൻപുട്ട് 2 ലെഫ്റ്റും റൈറ്റും സെപ്പറേറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ 4ാമത്തെ ഇൻപുട്ടായിട്ട് നമുക്ക് ബ്ലൂടൂത്ത് ഉണ്ട്. അപ്പോൾ നമുക്ക് ഫോണിലോ അല്ലെങ്കിൽ ലാപ്പിലോ ഒക്കെ പെയർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള നല്ല ഫിനിഷിംഗ് ആണ്. ഓളിയൻ നോബ്സ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഓളിയൻ നോബ്സ് ആണ്. അതിൻ്റെ ഫീൽ നമുക്ക് അത് ഉപയോഗിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റി ഞാനിപ്പോൾ കേൾപ്പിക്കാം, എന്ന് കേട്ട് നോക്കൂ. 3.5 ഇഞ്ചിൻ്റെ ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ ഓളിയത്തിൽ ബേസിൻ്റെ ഒരു മിസ്സിങ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പുറകിലായിട്ടുള്ള അക്കോസ്റ്റിക് കൺട്രോൾ ഉപയോഗിച്ച് നമുക്ക് അത്യാവശ്യം ഇതിൻ്റെ ഹൈ ഫ്രീക്വൻസി ലോ ഫ്രീക്വൻസി കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ കുറച്ച് ലോ ഫ്രീക്വൻസി കൂട്ടി വെച്ചിട്ടാണ് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഫ്ലാറ്റായിട്ട് വെച്ചിട്ട് തന്നെ പ്ലേ ചെയ്യാം. യെസ്, അപ്പോൾ നിങ്ങൾക്ക് എഡിറ്റിങ്ങിനൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു മോണിറ്റർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.